ലോക കേരള സഭ തുടങ്ങാൻ പോവുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിലേക്ക് കയറാനായി സദസ്സിന്റെ മുൻനിരയിലുണ്ട്. മൈക്കിലൂടെ അവതാരക അറിയിച്ചു. സദസ്സും ഗാലറിയും ഒന്നടങ്കം എഴുന്നേറ്റ് നിവർന്നു നിന്നു. അഭിമാനത്തോടെ കേൾക്കാനായി മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും മുൻനിരയിൽ തന്നെ. ദേശീയഗാനം കേൾക്കുന്നില്ല. നിശബ്ദത വല്ലാണ്ട് നീണ്ടു. ആർക്കും ഒന്നും മനസ്സിലായില്ല. മുഖ്യമന്ത്രി സ്പീക്കറെയും റവന്യൂ മന്ത്രിയെ നോക്കി എന്തോ പെരുപെടുത്തു. അനിയ രണ്ടു കൈ മുട്ടുമ്പോഴല്ലേ ശബ്ദം കേൾക്കൂ. എന്നിട്ട് നല്ല ശബ്ദം ഞാൻ കേട്ടല്ല. എന്തോ ഞാനൊന്നും കേട്ടില്ല. പുല്ല് ചെവി അടിച്ചു പോയാ എന്തോ. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മൈക്ക് കാണുമ്പോൾ മുഖ്യമന്ത്രിയോ ഇടയുന്നതാണല്ലോ പതിവ്. ദേശീയഗാനം പ്ലേ ചെയ്ത സിസ്റ്റം ചതിച്ചാശാനെ. സൗണ്ട് ഓപ്പറേറ്ററുടെ നിലവിളി ശബ്ദം കേട്ടില്ലെന്നേ ഉള്ളൂ. ഉള്ളിൽ ആദ്യമായി ക്രൈസിസ് മാനേജറായി നോർക്ക സെക്രട്ടറി കെ വാസുകി IAS രംഗത്തിറങ്ങി. വേദിയിലുണ്ടായിരുന്ന അവതാരകയും മറ്റു രണ്ടുപേരെയും കൂട്ടി ഓടിയെത്തി. സദസ്സിലുള്ളവരുടെ മനസ്സിൽ രണ്ട് ചിന്തകൾ വന്നുപോയി. മാസങ്ങൾ മുൻപ് ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിക്കുമോ? താങ്ക് യു സർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ലോക കേരള സഭയിൽ ഒന്നും സംഭവിച്ചില്ല. ശുഭമായി അവസാനിച്ചു. ഞാൻ പോകുന്നു. ബൈ ബൈ.